പിന്നെ ഞാൻ പൊരുത്തം നോക്കിയതിന്റെ ഐശ്വര്യാണോ ഇവിടുത്തെ അടുത്ത റിങ്ങിന്റെ ഐശ്വര്യാണോ? ഹരിചേട്ടൻ നമ്മുടെ അതിന്റെ പൊരുത്തം നോക്കിയ കക്ഷിയാണ്. എല്ലാം ഒരുമിച്ച് വന്നു എന്നുള്ളത് വളരെ സന്തോഷമുണ്ട്. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ വിളിച്ചു പറഞ്ഞപ്പോ പോലും ഞാൻ വിശ്വസിച്ചില്ല. ആരെങ്കിലും സായി അൻഷ സമ്മാനം അടിച്ചിരിക്കുന്നത് സായി വൻഷയ്ക്കാണ്. സായി വൻഷ എന്ന കുഞ്ഞാണ്. കുഞ്ഞിന്റെ പേരിലാണ് ഇവര് കുഞ്ഞിന് വേണ്ടിയാണോ ഗോൾഡ് മേടിച്ചത്? ഓ, കുഞ്ഞിന് വേണ്ടി വാങ്ങിയ ഗോൾഡിൽ കുഞ്ഞിന്റെ പേരിൽ എഴുതിയിട്ടേനാണ് ഞങ്ങളുടെ കുഞ്ഞുമാവയ്ക്ക് സമ്മാനം കിട്ടിയേക്കുന്നത്. ഇങ്ങനെ ഒന്ന് പിടിക്കുവോ? എടുക്കാമോ? പിടിച്ചോ. അങ്ങോട്ട് നോക്കിയ മക്കളെ, അതിലോട്ട് നോക്കിയ കുഞ്ഞെ. അപ്പൊ ഇത് മോളെ ഒരു ഫ്ലൈങ് കിസ് തന്നെ. എനിക്കിതിലൊരു വലിയ സന്തോഷം കൂടുതലുണ്ട്. എന്താ വെച്ചാൽ ഇവിടെ വന്നപ്പോഴേ ഇദ്ദേഹം പറയുന്നത് ഞാനെ പൊരുത്ത് നോക്കി കൊടുത്തില്ല കല്യാണം. ഓ, ഐശ്വര്യ. പിന്നെ ഞാൻ പൊരുത്തം നോക്കിയതിന്റെ ഐശ്വര്യാണോ ഇവിടുത്തെ അടുത്ത റിങ്ങിന്റെ ഐശ്വര്യാണോ? അതെ അതെ, നല്ല സമയം. പൊരുത്തം നോക്കിയെന്നെ പറയടാ. അതെ അതെ അതെ, അങ്ങോട്ട് നിന്നാട്ടെ. അപ്പൊ രണ്ടാം സമ്മാനം അടിപൊളിയായിട്ടുള്ളൊരു വാഷിംഗ് മെഷീനാണ്. അത് കൈമാറുകയാണ്. പിടിച്ചു. മൂന്നാം സമ്മാനം ഞാനേ വർഷങ്ങൾ കൊണ്ട് ഇവിടുന്ന് സാധനമാണ്. ഇന്നാ ഒരു സമ്മാനം കിട്ടുന്നത്. അല്ല, അതുകൊണ്ടായി സമ്മാനത്തിന്റെ എണ്ണം കൂട്ടിയത്. കഴിഞ്ഞ വർഷം കൊടുത്തത് കാറും ബൈക്കുമായിരുന്നു. ഇവിടെ ഈ വൈറ ഗോൾഡിന്റെ ഒരു സമ്മാന പദ്ധതിയായിരുന്നു. ഓണ പർച്ചേസിന്റെ സമ്മാന പദ്ധതിയാണ്. ഒന്നാം സമ്മാനം ഫ്രിഡ്ജും രണ്ടാം സമ്മാനം വാഷിംഗ് മെഷീനുമാണ്. ഇത് വിതരണം ചെയ്യുക എന്നുള്ള ചുമതലയായിരുന്നു എനിക്കുണ്ടായിരുന്നത്. കുറേ ദിവസം മുമ്പ് നമ്മളെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ കണ്ടിരുന്നു. ഇതിൻ്റെ നറുക്കെടുപ്പും വളരെ സുതാര്യതയോടുകൂടി നടത്തിയൊരു നറുക്കെടുപ്പാണ്. അപ്പോൾ അതിൽ നമ്മുടെ സമീപ പ്രദേശങ്ങളിലുള്ള ആളുകൾക്ക് തന്നെയാണ് സമ്മാനം ലഭിച്ചിട്ടുള്ളത്. വൈറ ഗോൾഡിൻ്റെ എല്ലാ ബ്രാഞ്ചുകളിലും ഇത്തരത്തിലുള്ളൊരു സെപ്പറേറ്റ് ആയിട്ടുള്ള, സാധാരണ എനിക്ക് തോന്നുന്നു ഈ എല്ലാവരും എല്ലാ ബ്രാഞ്ചുകളിൽ നിന്നും നറുക്കെടുക്കുന്നവർക്ക് ഒന്നിച്ചൊരു സമ്മാനം കൊടുക്കുമ്പോൾ ഓരോ ബ്രാഞ്ചുകളിലും വ്യത്യസ്തമായി അവിടെ പർച്ചേസ് ചെയ്യുന്ന ആളുകൾക്ക് അവിടെ ഇതേപോലെയുള്ള സമ്മാനങ്ങൾ, വിലയേറിയ സമ്മാനങ്ങൾ നൽകുന്ന ഒരു പദ്ധതിയാണ് വൈറ ഗോൾഡ് ആവിഷ്കരിച്ച് സുതാര്യതയോടുകൂടി ഇപ്പം നടപ്പാക്കിയിട്ടുള്ളത്. അപ്പോൾ വിജയികളായ സമ്മാനം നേടിയിട്ടുള്ള എല്ലാവർക്കും ആശംസകൾ അറിയിക്കുന്നു. ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു സമ്മാനം കിട്ടുന്നത്. കുഞ്ഞിന് 5ാം വയസ്സിൽ തന്നെ ഇങ്ങനെയൊരു സമ്മാനം കിട്ടിയത് വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ എന്താ പറയണ്ടേ, എന്നും വരുന്നുണ്ട്, എല്ലാ പ്രാവശ്യവും വരുന്നുണ്ട്. എല്ലാ പർച്ചേസിങ്ങും ഇവിടെ നിന്നാണ് ചെയ്യുന്നത്. പക്ഷെ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു സമ്മാനം കിട്ടുന്നത്. എന്റെ ജീവിതത്തിലും ആദ്യമായിട്ടാണ്. ഞാനിങ്ങനെ വിളിച്ചു പറഞ്ഞപ്പോ പോലും ഞാൻ വിശ്വസിച്ചില്ല. ആരെങ്കിലും പക്ഷെ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ആരെയും പറ്റിക്കുവാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്നാ ഫ്രിഡ്ജ് വരുന്നതാണ് ചോദിച്ചത്. നമ്മളങ്ങനെ വിശ്വസിക്കുന്നില്ല. അതെ, വളരെയധികം സന്തോഷം. കാരണം ഇത് ഒട്ടും പ്രതീക്ഷിച്ചല്ല. ഞാൻ ട്രാവലിംഗ് സമയത്താണ് എന്നെ വിളിച്ചത്. ഞാൻ വിളിച്ചതിനെ പറ്റിക്കാനുള്ള പരിപാടിയാന്ന് ചോദിച്ചത്. അപ്പൊ ഞാൻ ആദ്യം ആ മൂളി മാത്രമേ ഉള്ളൂ. അപ്പൊ പിന്നെയാണ് പറഞ്ഞത്. പിന്നെ അപ്പം ഇവിടുത്തെ വാർഡ് മെമ്പറാണ് വിളിച്ചത്. അപ്പം പുള്ളി എനിക്ക് വന്ന കോൾ പേര് കണ്ടത് വേറെയാണ്. അപ്പൊ ഞാൻ വെച്ച് എന്നെ ആരും ഉറപ്പിച്ച് പറ്റിച്ചത്. ഞാൻ പറഞ്ഞ എല്ലാം മൂളി കേട്ടു. അപ്പൊ എന്താ സംഭവം പറഞ്ഞു വാഷിംഗ് മെഷീനാന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ സന്തോഷം കാണിച്ചില്ല. രണ്ടാമത് തന്നെ പറഞ്ഞ് ഇവിടുന്ന് എന്നെ ചേട്ടൻ വിളിച്ചപ്പോഴാണ് ഞാൻ കുറച്ചുകൂടെ ഉറപ്പിച്ചത് സംഭവം ഉള്ളയാണെന്നുള്ളത്. അവിടെ നമുക്ക് ഒരു എക്സൈറ്റ്മെന്റ് നമുക്ക് കാണിക്കാൻ പറ്റുന്നില്ല. ഉള്ളയാണോ അറിയാൻ പറ്റുന്നില്ല. പിന്നെ ഈ വൈരായിട്ടുള്ള ബന്ധം എനിക്ക് വളരെയേറെ പഴയ ബന്ധമാണ്. കാരണം എന്റെ കല്യാണത്തിന് റിംഗ് ഉൾപ്പെടെ എടുക്കുന്നത് അതിന് വിജയനിഷ്ഠ കൊട്ടാരക്കരുന്നാണ്. അപ്പൊ അതുകൊണ്ട് ഹരിചേട്ടൻ നമ്മുടെ അതിന്റെ പൊരുത്ത് നോക്കിയ കക്ഷിയാണ്. എല്ലാം ഒരുമിച്ച് വന്നു എന്നുള്ളത് വളരെ സന്തോഷമുണ്ട്. സമ്മാനം കിട്ടുക എന്ന് പറയുന്നത് ചെറുതിൻ്റെ വലുതിൻ്റെ അല്ല. ഇവിടുന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ സത്യത്തെ ഞാനും വിശ്വസിച്ചല്ല. എനിക്കിങ്ങനെ ഒരു സമ്മാനം അടിച്ചെന്ന് പറയുമ്പോൾ ഞാൻ ഈ വർഷങ്ങൾ ഈ കടയിൽ നിന്ന് തന്നെ സ്വർണ്ണങ്ങൾ എൻ്റെ മക്കളുടെ കല്യാണത്തിനെല്ലാം ഇവിടുന്ന് എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഇദ്ദേഹത്തെ പരിചയപ്പെടുമ്പോൾ ഞാൻ പേര് ഇതുവരെ ചോദിച്ചിട്ടില്ല. ഞാൻ ചിലപ്പോൾ മാനേജറെന്ന് വിളിക്കും, ഞാൻ ചിലപ്പോൾ മുതലാളിനെ വിളിക്കും. ഇദ്ദേഹത്തിന് നല്ല നാക്കാണ് എന്ന് പറഞ്ഞാൽ മനുഷ്യനെ അട്രാക്ട് ചെയ്തൊരു നാക്കുണ്ട്. ശരിക്കും ആ നാക്കിന്റെ പുറത്താണ് ഞാൻ ഇവിടെ ഞങ്ങളെല്ലാം വിളിക്കുന്നത്. ഞാൻ ആ നാക്കിന്റെ പുറത്താണ് ഇവിടെ വന്നിട്ടാണ് എൻ്റെ എല്ലാ ആവശ്യങ്ങൾക്കും സ്വർണം വാങ്ങാറുള്ളത്. ഇത് അതിൻ്റെ ഒരു പ്രതിഫലം എന്ന് പറയാം. എനിക്ക് ഈ ഒരു സമ്മാനം കിട്ടിയതിനകത്ത് ഭയങ്കര